വാഹനങ്ങളിലെ ബാറ്ററി ഒക്കെ ഡൗൺ ആയിട്ട് നമ്മൾ വെളിയിൽ കൊടുത്ത് റീചാർജ് ചെയ്യും. റീചാർജ് ചെയ്ത് വണ്ടി വെച്ച് ശേഷം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെയും ഇതേപോലെ ഡൗൺ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ സിമ്പിളായിട്ടൊരു കസ്റ്റമർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ച ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ നെഗറ്റീവ് ടെർമിനലിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോൾ തന്നെ ഊരിയിട്ടോണം. ഊരിയിട്ട സമയത്ത് വണ്ടി ഓഫായി പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്ററാണ് കംപ്ലൈൻറ്റ്. ബാറ്ററി കത്ത് ഇവിടെ ചാർജിങ് നടക്കുന്നില്ല, അതാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അതായത് ഓൾട്ടർനേറ്ററിൽ നിന്നാണ് റീചാർജ് ചെയ്യണത് നമ്മളെ വണ്ടിയുടെ ബാറ്ററീനെ. അപ്പോൾ ആ ഒരു സിസ്റ്റം കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് ഇതേപോലെ പിന്നെയും ഡൗൺ ആയി പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഊരിട്ട് നോക്കുക, വണ്ടി ഓഫായി പോകണമെന്നുണ്ടെങ്കിൽ ചാർജ് സിസ്റ്റം വർക്കിംഗ് അല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അത് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഊരിയിട്ട സമയത്തും വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നേര് അത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈൻറ്റ് ഒന്നേര് ബാറ്ററി തന്നെ ആയിരിക്കും, റീചാർജിൻ്റെ ഒരു കാര്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറണ്ട് ലീക്ക് കാണും. ഈ കറണ്ട് ലീക്ക് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസും താക്കോലെല്ലാം ഊരിയെടുത്ത് സെൻട്രൽ ലോക്ക് ചെയ്തതിന് ശേഷം ഈ ബാറ്ററിയിൽ നിന്ന് ഈ നെഗറ്റീവ് ഊരണം. ഈ നെഗറ്റീവ് ഊരിന് ശേഷം ഒരു പ്രസ് ബൾബ് ഉണ്ടെങ്കിൽ നമ്മളെ പാർക്കിൻ്റെ പ്രസ് ബൾബ് വരുമല്ലോ, ആ പ്രസ് ബൾബ് എടുത്തിട്ട് ഊരി ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു പ്രസ് ബൾബിൻ്റെ കോൺടാക്ട് ഇതിൽ കൊടുക്കുക, ഒരു അതിൻ്റെ മറ്റേ സൈഡ് ഈ നെഗറ്റീവ് ടെർമിനലിൽ കൊടുക്കുക. ആ സമയത്ത് ബൾബ് ലൈറ്റ് കത്തി കിടക്കണമെന്ന് നോക്കണം. ആ പ്രസ് ബൾബ് ലൈറ്റ് കത്തി കിടക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് ലീക്കുണ്ട്. അപ്പോൾ കറണ്ട് ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചാർജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓഫായി കിടക്കുമ്പോഴും വണ്ടി ചാർജിങ്ങിന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കുക, എവിടെ കൂടെയാണ് ലീക്കാണെന്ന് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഫ്യൂസായിട്ട്, അതായത് ഫ്യൂസ് ബോക്സ് ചെയ്തിരിക്കും, ഇതിൽ ഓരോ പാർട്സിൻ്റെ ഓരോ ഫ്യൂസിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് ഏത് ഫ്യൂസ് ഊരുമ്പോഴാണ് ഈ ലൈറ്റ് ഓഫ് ആണത് ആ സിസ്റ്റമായിരിക്കും കംപ്ലൈൻറ്റ്. എക്സാമ്പിൾ ഇപ്പം കൂടുതലും കണ്ടുവന്നിട്ടുള്ളത് നമ്മൾ സ്റ്റീരിയോ ഉണ്ടല്ലോ, കാറിൻ്റെ സ്റ്റീരിയോ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ള സ്റ്റീരിയോയിലാണ് കൂടുതലും കംപ്ലൈൻറ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്റ്റീരിയോ ഫ്യൂസ് കൊടുക്കുന്ന സമയത്ത് ഈ ലൈറ്റ് ഓഫ് ആവും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കംപ്ലൈൻറ്റ് ഉണ്ട്. അതിൽ ഷോർട്ട് ആയിട്ട് കറണ്ട് അധികം എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതായത് സ്റ്റീരിയോ കറണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മറ്റേ കംപ്ലൈൻറ്റ്. നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് പിന്നെ ഇങ്ങനെ റീചാർജ് ചെയ്തിട്ടും വണ്ടി കംപ്ലൈൻറ്റ് ആവാനുള്ള പിന്നെയും സ്റ്റാർട്ട് ആവാതിരിക്കാനുള്ള കാരണം, ബാറ്ററി ഡൗൺ ആവാനുള്ള കാരണം. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരും. നമ്മൾ റീചാർജ് ചെയ്താലും ഒരു ദിവസം റീചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ റീചാർജ് ആവും, പക്ഷേ ഫുള്ളാവില്ല. ഇതിനൊരു കപ്പാസിറ്റി, നമ്മളെ ഫോണിൻ്റെ ബാറ്ററി പോലെ തന്നെ ഇതിനൊരു ഇത്ര വർഷത്തെ കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞ ബാറ്ററി നമ്മൾ പിന്നെ റീചാർജ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുണ്ടെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്താൽ മതി. റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചാർജ് സിസ്റ്റം എല്ലാം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് മാത്രമേ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ വീഡിയോസിന് ലൈക്ക് കൂടെ ചെയ്യണേ.